ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാജിക് ഓഫ് സെൻസസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സെൻസ് ഓർഗൻസിനെ കുറിച്ചിട്ടാണ്. അതിൽ കണ്ണുകളെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. വ്യത്യസ്ത തരം കണ്ണുകളെക്കുറിച്ച്, കാഴ്ച പരിമിതിയുള്ള ആൾക്കാരെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. അടുത്തത് നമ്മൾ ഹിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഏത് സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ചെവിയെക്കുറിച്ചാണ് അല്ലേ. കുട്ടികൾ എന്ത് കളിയാണ് കളിക്കുന്നത് നോക്കി നോക്കൂ. കണ്ണ് കെട്ടി കളിക്കുകയാണ് അല്ലേ. How does the blindfolded children in the picture understand the positions of her friends? We are able to understand our surroundings clearly when hearing combines with sight. അപ്പോൾ കണ്ണ് കെട്ടി കളിക്കുമ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടാണ് കുട്ടികളെ നമ്മളെ ഫ്രണ്ട്സിനെ തിരിച്ചറിയുക? അവരുണ്ടാക്കുന്ന സൗണ്ട് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പം കാഴ്ചയും അതുപോലെ തന്നെ ഒരു സൗണ്ടും കൂടി കേൾക്കുമ്പോഴാണ്, അവിടെ ഉണ്ടാകുന്ന സൗണ്ടുകളും കൂടി കേൾക്കുമ്പോഴാണ് നമുക്കൊരു പൂർണ്ണമായിട്ടും ഒരു അവബോധം ഉണ്ടാകുന്നത് നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നതെന്നുള്ളത്. ഡു വി ഗീവ് ഇനഫ് കെയർ ടു പ്രൊട്ടക്ട് ദ ഇയർ, ദ ഓർഗൻ ദാറ്റ് ഹെൽപ്സ് അസ് ടു ഹിയർ? അപ്പം നമ്മുടെ ചെവി വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. കേൾവി എന്ന് പറയുന്ന ഒരു സെൻസിനെ ഉണ്ടാക്കുന്നത് തന്നെ ആരാണ്? ചെവിയാണ്. അപ്പം നമ്മൾ അതിനെ ആവശ്യമായ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ, സംരക്ഷിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന കോൺവെർസേഷൻ നോക്കൂ. കുട്ടി എന്താ പറയുന്നത്? ഓ മൈ ഇയർ ഇസ് ഏക്കിങ്, എൻ്റെ ചെവി എന്ത് ചെയ്യുന്നു? വേദനിക്കുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നു കം ലെറ്റ്സ് ഗോ ആൻഡ് കൺസൾട്ട് ദ ഡോക്ടർ, നമുക്ക് ഡോക്ടറുടെ അടുത്ത് പോവാന്ന് പറയുന്നു. ഗ്രാൻഡ് ഫാദർ അപ്പുറത്തിരുന്ന് എന്താ പറയുന്നത്? ഹീറ്റ് സം ഓയിൽ ആൻഡ് പോർ ഇറ്റ് ഇൻ ടു ദ ഇയർ. എന്താ പറയുന്നത്? കുറച്ച് ഓയിൽ, എണ്ണ ചൂടാക്കി ചെവിയിൽ ഒഴിച്ചാൽ മതി, അപ്പോൾ ചെവി വേദന മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഹോം റെമഡീസ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവൂലേ. പലതും എന്തായിരിക്കും? നല്ലതായിരിക്കും അല്ലേ. ഇപ്പോൾ ചുമയ്ക്ക് ഒരു മരുന്ന് കഴിക്കുന്നതൊക്കെ നല്ല കാര്യമായിരിക്കും. ആയുർവേദിക് മെഡിസിൻ പോലെ എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ നമ്മുടെ സെൻസ് ഓർഗൻസിൽ ചെവി, കണ്ണ്, മൂക്ക് അങ്ങനെയുള്ള സാധനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇത്തരം ഹോം റെമഡീസ് എടുക്കുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഇതുപോലെ ഓയിലൊക്കെ ചൂടാക്കി ചെവിയിലൊഴിക്കാൻ പാടുണ്ടോ? അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈസ് ദ ഗ്രാൻഡ് ഫാദേഴ്സ് അഡ്വൈസ് കറക്റ്റ്? നോ, നെവർ. വാട്ട് ഷുഡ് വി ഡു ഇൻ സച്ച് സിറ്റുവേഷൻസ്? അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? ഡോണ്ട് ഫോളോ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് വിത്തൗട്ട് സയൻറ്റിഫിക് ബേസിസ്. വെൻ വി ക്യാൻ ആക്സസ് ദ സർവീസ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഡയറക്റ്റ്ലി ഓർ ഓവർ ഫോൺ. എന്ത് ചെയ്യരുത്? ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള സയൻറ്റിഫിക് അടിത്തറ ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് എന്നാണ് പറയണത്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താണ് ഹെൽത്ത് കെയർ സർവീസ് അല്ലേ, ഡോക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. എല്ലാവരുടെയും വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഫോണിലെങ്കിലും കിട്ടുന്ന കാലമാണ് ഇപ്പോൾ. യൂസ് മെഡിസിൻസ് ഇൻ ദ ഇയർ ഓൺലി അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. ചെവിയിൽ നമ്മൾ എന്ത് മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആരോഗ്യ പ്രവർത്തകരുടെ അതിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഡേഞ്ചറസ്. സെൽഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ സ്വയം ചികിത്സ. നമ്മൾ അതിനെ ചികിത്സിക്കുന്നത് എപ്പോഴും എന്താണ്? ഡേഞ്ചറസ് ആണ്. ദിസ് ക്യാൻ ഈവൻ ലീഡ് ടു ലോസ് ഓഫ് ഹിയറിംഗ്. കേൾവി നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ഡിഡ് യു നോ ദാറ്റ് വാട്ടർ ഗെറ്റിംഗ് ഇൻസൈഡ് ദ ഇയർ ക്യാൻ കോസ് ഇഞ്ചുറി ഓർ ഇൻഫെക്ഷൻ ടു ദ ഇയർ? ദിസ് മേ ലീഡ് ടു ഇയർ ഏക്ക് ആൻഡ് ഈവൻ ലോസ് ഓഫ് ഹിയറിംഗ്. വെള്ളം, നമ്മുടെ ചെവിയിൽ വെള്ളം ഇരിക്കുന്നത് പോലും എന്താണ്? ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അത് പിന്നീട് ചെവി വേദനയിലേക്കും ഈവൻ ഹിയറിംഗ് ലോസ് ആവുന്ന അവസ്ഥയിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാട്ട് ഷുഡ് വി ബി കെയർഫുൾ എബൌട്ട് ടു അവോയ്ഡ് സച്ച് പ്രോബ്ലംസ്? അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഒരു പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ.
ഡോണ്ട് പുട്ട് എനി ഒബ്ജക്റ്റ് സച്ച് ആസ് പെൻസിൽ, പെൻ, മാച്ച് സ്റ്റിക്ക്, സേഫ്റ്റി പിൻ എക്സെട്ര ഇൻ ടു ദ ഇയർ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അല്ലേ. നമ്മുടെ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ശീലങ്ങളുണ്ടോ എന്നറിയില്ല, പക്ഷേ നമ്മുടെ പാരൻസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ കാണാറുണ്ടാവും. അപ്പോൾ അത് കണ്ട് നമുക്കും അത് അനുകരിക്കാനുള്ള എന്ത് വരും, ഒരു ടെൻഡൻസി വരും അല്ലേ. എന്താണ്, പെൻസിലോ പേനോ എന്താണോ അവരുടെ കയ്യിൽ കിട്ടുന്നത്, ചിലപ്പം വണ്ടിയുടെ കീ വെച്ചിട്ട് ഒക്കെ ചെവിയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതാക്കണമെന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം അത് കണ്ടിട്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും അനുകരിക്കാൻ നിൽക്കരുത്. അങ്ങനെ നമ്മുടെ ചെവിയിൽ യാതൊരു തരത്തിലുള്ള വസ്തുക്കളും എന്ത് ചെയ്യരുത്, ഇടരുത്. അതുപോലെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അവോയ്ഡ് എക്സ്പോഷർ ടു ലൗഡ് നോയ്സസ്. വലിയ സൗണ്ട് ആക്ച്വലി എന്താണ്, ചെവിക്ക് നല്ലതല്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരുപാട് സൗണ്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും എപ്പോഴെങ്കിലും ഒരിക്കലും അങ്ങനെയല്ല, സ്ഥിരമായിട്ട് അത്തരങ്ങളുള്ള സന്ദർഭങ്ങളിലും നമ്മൾ പോകേണ്ടി വന്നാൽ നമ്മളത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇയർ പ്ലഗ് വയ്ക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മുടെ ചെവിക്ക് പ്രൊട്ടക്ഷൻ നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ചെവിക്ക് നല്ലതല്ല. അതേപോലെ സ്റ്റോപ്പ് യൂസിങ് കോട്ടൺ സ്വാബ്സ്. അതായത് നമ്മൾ ബഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ രണ്ട് സൈഡിലും കോട്ടൺ വെച്ചിട്ടുള്ള ഒരു ഇതുണ്ട് അല്ലേ, അത് നമ്മൾ ചെവിയിലിടാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ആ പിക്ചറിലെ കുട്ടി ചെയ്യുന്നത് പോലെ. അപ്പോൾ അത് നമ്മുടെ ചെവിക്ക് ഒട്ടും നല്ലതല്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചെവിയിലെ ചെപ്പി ഇത് വാക്സ് കളയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ സാധനം ഇടുന്നത് അല്ലേ. പക്ഷെ നമ്മൾ ഈ സാധനം ഇട്ടിട്ട് അതിൽ ചെയ്യുമ്പോൾ ആ വാക്സ് കൂടുതലായിട്ട് നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇയർ ഡ്രമ്മിലൊക്കെ, അതായത് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ നേർത്ത ഒരു പാട പോലെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഭാഗമാണ് നമ്മുടെ കേൾക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതൊരു വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അതിൽ ഹാർഡായിട്ട് എന്തെങ്കിലും കൊണ്ട് അതിന് പൊട്ടിപ്പോവാൻ ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോട്ടൺ സാബുകളും എന്താണ്, നമുക്ക് ആക്ച്വലി ഡേഞ്ചറസ് ആണ്. നമ്മുടെ ചെവിയിൽ വാക്സ് ഉള്ളത് ആക്ച്വലി നമ്മുടെ ആ ഒരു മെഴുക്ക് പോലെയുള്ള ചെപ്പി ഉള്ള സാധനം ഉള്ളത് നമ്മുടെ ചെവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊക്കെ അത്തരത്തിലുള്ള വാക്സ് ഉണ്ടെങ്കിൽ എന്താണ്, അത് കുഴപ്പമില്ല, അത് നമ്മുടെ ചെവിക്കൊരു സേഫ്റ്റിക്കാണ്, അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വെക്കാം. അല്ല, ഇനി നമുക്കതൊരു ബുദ്ധിമുട്ടായ രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് അതിനെ അലിയിച്ച് കളയാൻ തരത്തിലുള്ള മരുന്നുകളോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പുറത്തേക്ക് എടുത്ത് കളയാൻ പറ്റും ഒരുപാട് ഉണ്ടെങ്കിൽ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇട്ടിട്ട് നമ്മുടെ ചെവി സ്വയം ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ദെൻ കീപ് യുവർ ഇയേഴ്സ് ഡ്രൈ. അപ്പോൾ നമ്മുടെ ചെവിയിലൊക്കെ വെള്ളം പോവുകയാണെങ്കിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് തുടച്ച് സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം. നനവിരുന്നാൽ അത് നമ്മുടെ ചെവിക്ക് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെവിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അടുത്തത് ഹിയറിംഗ് എയ്ഡ്സ്. Loss of hearing occurs due to many reasons. Hearing aids are devices to solve this problem. പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് എന്തുണ്ടാവാം, കേൾവി നഷ്ടപ്പെടാം. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. A wide variety of hearing aids are available now with special features to increase sound, volume and clarity. അപ്പോൾ പതുക്കെ കേൾക്കണവർക്ക് ആ സൗണ്ട് കൂട്ടി കേൾക്കാനൊക്കെ ഉള്ള പലതരത്തിലുള്ള ഹിയറിംഗ് എയ്ഡുകളൊക്കെ അവൈലബിൾ ആണ്. കാണുന്ന പിക്ചറിലുള്ളതുപോലെ അല്ലേ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്, കേൾവി ഇല്ലാത്തവർക്ക് കേൾക്കാനോ അല്ലെങ്കിൽ കേൾവി കുറവുള്ളവർക്ക് അതൊന്ന് എൻഹാൻസ് ചെയ്ത് വോളിയം കൂട്ടി കൊടുക്കാനും ഒക്കെ. കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ചെവിയുടെ ഇത് കുറയും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. അടുത്തത് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി. Cochlear implant surgery is a surgery to correct congenital hearing losses. This is a surgery to transplant the cochlea inside the ear. അപ്പോൾ കോക്ലിയ എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് വരുന്ന, ഇത് പുറത്തുനിന്ന് കാണുന്നതല്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരു പാർട്ടാണ് ചെവിയുടെ. അതും കേൾവിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ചിലർക്ക് ജന്മന അതിന് തകരാറുണ്ടാവും, കോക്ലിയ പ്രശ്നം ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും.
ഇത്തരത്തിൽ ജന്മന കോക്ലിയയുടെ പ്രശ്നമുള്ളത് കാരണം കേൾവിശക്തി ഇല്ലാത്ത വ്യക്തികൾക്കാണെങ്കിൽ ഈ കോക്ലിയ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അവർക്ക് കേൾവി തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിനെയാണ് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എന്ന് പറയാം. കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് നോർമലായിട്ട് കേൾവി തിരിച്ചു കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെവിയെക്കുറിച്ചും കേൾവിയെക്കുറിച്ചും നമ്മൾക്ക് പറയാനുള്ളത്. അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്മെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത സെൻസ് ഓർഗനായിട്ടുള്ള നോസ് എന്തിനു വേണ്ടിയിട്ടുള്ള സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഗന്ധം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ മൂക്ക്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. റെക്കഗ്നൈസിങ് ദ സ്മെൽ. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താ പറയുന്നത്, 2 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബോയ് എന്ത് പറയുന്നു, വാവ് സേവറി സ്മെൽ, എന്താ നല്ല മണം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗേൾ എന്താ പറയുന്നത്, ഐ ആം നോട്ട് ഏബിൾ ടു സ്മെൽ ബിക്കോസ് ഐ ഹാവ് എ കോൾഡ്. എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ട് എന്ത് പറ്റുന്നില്ല, സ്മെല്ല് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്കും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ചില സമയത്ത് എന്ത് ചെയ്യും, കോൾഡോ പനിയോ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ മൊത്തം സ്മെല്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോയ പോലെ തോന്നും അല്ലേ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ലോസ് ഓഫ് സ്മെൽ വെൻ യു ഹാവ് എ കോൾഡ്? അതെന്തുകൊണ്ടാണ് നമുക്ക് ജലദോഷം വരുമ്പം സ്മെല്ല് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നത്? വി ഓൾവേസ് ഫീൽ എ മോയിസ്റ്റ് ഇൻസൈഡ് അവർ നോസ്, ഡോണ്ട് വി? ദ റീസൺ ഫോർ ദിസ് ഇസ് ദ സെക്രീഷൻ ഇൻ ദ നോസ്. The function of this secretion is to remove the dust particle and pathogens getting inside the nose. ഇപ്പോൾ നമ്മുടെ മൂക്ക് എപ്പോഴും ഡ്രൈ ആയിട്ടാണോ ഇരിക്കുക? അല്ല, നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലൊരു ഡിസ്ചാർജ് ഉണ്ട്, ഒരു നനവുള്ള ഒരു വഴുവഴുപ്പുള്ള ഒരു സെക്രീഷൻ എപ്പോഴും ഉണ്ടാവും അല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ആക്ച്വലി നമ്മുടെ മൂക്കിനെ അതിൽ കൂടെ ജേംസും പൊടിയും ഒന്നും ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, അതങ്ങനെ നമ്മുടെ ലങ്സിലേക്ക് ശ്വാസകോശത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഇവിടെ തന്നെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നനവുള്ള ഭാഗം നമ്മുടെ മൂക്കിനകത്ത് ഉള്ളത്. The cold is a condition when this secretion is produced in excess when there is a virus infection. അപ്പോൾ ജലദോഷം വരുമ്പോൾ എന്താ സംഭവിക്കുക, ഈ സെക്രീഷൻ ആ വഴുവഴുപ്പുള്ളത് കുറച്ച് അധികം ഉണ്ടാവും അല്ലേ, കൂടുതലായിട്ട് ഉണ്ടാകും. അതെപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ, കോൾഡ് ഒരു വൈറൽ ഡിസീസാണ്. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പം ഇതെന്ത് ചെയ്യും, കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ മൂക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ, ശ്വസന വ്യവസ്ഥയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വൈറസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്രീഷൻ എക്സസ് ആയിട്ട് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ജലദോഷം വരുമ്പോൾ. വെൻ സെക്രീഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എക്സസ്, ദ ഓഡർ പാർട്ടിക്കിൾ വിൽ നോട്ട് റീച്ച് ദ സെൽസ് ദാറ്റ് ഹെൽപ്പ് ടു റെക്കഗ്നൈസ് ദ സ്മെൽ. അപ്പോൾ ഇങ്ങനെ ഈ സെക്രീഷൻ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമുക്കൊരു ഗന്ധം തിരിച്ചറിയുന്ന ഒരു മണം നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ മണത്തിൻ്റെ കണികകൾ ഈ വായുവിലൂടെ വന്ന് നമ്മുടെ മൂക്കിലെത്തി, നമ്മുടെ മൂക്കിൽ കുറച്ച് സെല്ലുകളുണ്ട്, പ്രത്യേക തരത്തിലുള്ള സെല്ലുകളുണ്ട്, മണം തിരിച്ചറിയാനുള്ള സെല്ലുകൾ. ആ സെല്ലുകളിൽ ഈ കണികകൾ വന്നിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് തിരിച്ചറിയുന്നത്, മണം തിരിച്ചറിയുന്നത്. പക്ഷേ നമുക്ക് ജലദോഷം വരുമ്പോൾ ഈ കണികകൾക്ക്, ഈ മണത്തിൻ്റെ ഈ ഒരു കണികകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മൂക്കിലത്തെ ആ സെല്ലിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. കാരണം അവിടെയൊക്കെ കവർ ചെയ്തിട്ട് എന്ത് നിൽക്കുന്നുണ്ടാവും, ഈ സെക്രീഷൻ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, നമ്മുടെ സെല്ലുകൾക്ക് ആ മണത്തിനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റാത്തത്. Does smell also help in understanding the surroundings like sight and hearing? Write your opinion in your science diary. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, മണം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അതായത് നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ മണം ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ചോദിക്കണം. തീർച്ചയായും ഉണ്ട് അല്ലേ. ഇത് എല്ലാ സെൻസും, എല്ലാ കാഴ്ചയും കേൾവിയും ഗന്ധവും ഒക്കെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ ഒരു കാഴ്ച കിട്ടുന്നത്, ഒരു ചുറ്റുപാടുകളെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? യെസ്, സ്മെൽ സിഗ്നിഫിക്കൻ്റ്ലി ഹെൽപ്സ് ആസ് അണ്ടർസ്റ്റാൻഡിങ് അവർ സറൗണ്ടിങ്സ് ബൈ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ എബൌട്ട് ദ എൻവയോൺമെൻറ്റ്. അതായത് സ്മെല്ല് എന്ത് ചെയ്യുന്നു, നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് തരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ വീടിന് എന്തെങ്കിലും ഒരു പുറത്തെവിടെയെങ്കിലും ഒരു ബാഡ് സ്മെല്ല് വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയും, എന്തോ നമ്മുടെ വീടിനടുത്ത് നിന്ന് എന്തോ ബാഡ് സ്മെല്ല് വരുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ചത്ത് കിടക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അല്ലെങ്കിൽ നമ്മൾ വീടിനകത്തിരിക്കുമ്പം ഗ്യാസിൻ്റെ സ്മെല്ല് വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയും, നമ്മൾ കിച്ചണിൽ പോയി നോക്കും, നമ്മുടെ ഗ്യാസ് ഓണായിട്ടാണോ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്മെല്ല് കാരണമാണ് മനസ്സിലാവുന്നത് അല്ലേ. ഗ്യാസ് തുറന്ന് കിടക്കുന്നു കിച്ചണിൽ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്, ഈ സ്മെല്ലുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ
സ്മെല്ലും നോസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻവയോൺമെൻറ്റിനെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട്. വി നീഡ് ദ നോസ് നോട്ട് ജസ്റ്റ് ടു സ്മെൽ ബട്ട് ഓൾസോ ടു ബ്രീത്ത്, ഡോണ്ട് വി? വാട്ട് ഷുഡ് വി ബി കെയർഫുൾ ടു പ്രൊട്ടക്റ്റ് ദ നോസ്? അപ്പോൾ മണക്കാൻ മാത്രമല്ല അല്ലേ നമ്മുടെ നോസിന്, മൂക്കിന് വേറൊരു പ്രത്യേക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫങ്ഷനും കൂടി ഉണ്ട്. അതെന്താണ്? ബ്രീത്തിങ് അല്ലേ. ശ്വസിക്കാനും നമുക്ക് എന്ത് വേണം? മൂക്ക് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ നോസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? ഡു നോട്ട് പുട്ട് എനി ഒബ്ജക്റ്റ് ഇൻസൈഡ് ദ നോസ്. നമ്മൾ ചെവിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ മൂക്കിലും ഒന്നും ഇടരുത്, എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കളൊന്നും മൂക്കിനകത്തും ഇടരുത്. ഡോണ്ട് ബ്ലോ യുവർ നോസ് ഫോഴ്സ്ഫുള്ളി. മൂക്ക് ശക്തിയായി ചീറ്റരുത്. നമുക്ക് ജലദോഷം അല്ലെങ്കിൽ മൂക്ക് അടപ്പൊക്കെ വരുമ്പോൾ നമ്മൾ അത് പോകാൻ വേണ്ടിയിട്ട്, ആ സെക്രീഷൻ പോകാൻ വേണ്ടിയിട്ട് ശക്തിയായിട്ട് ചീറ്റും അല്ലേ. അങ്ങനെ ചെയ്യരുത്. അത് മൂക്കിൻ്റെ ഉള്ളിൽ ഡാമേജ് ഉണ്ടാക്കും. പിന്നെ നമുക്ക് എന്തെഴുതാം? ട്രൈ ടു അവോയ്ഡ് ദ എൻട്രി ഓഫ് ഡസ്റ്റ് ആൻഡ് സ്മോക്ക് ടു യുവർ നോസ്. എന്ത് ചെയ്യാൻ പറ്റും? പൊടികളും അതുപോലെ പുകയും ഒന്നും നമ്മുടെ മൂക്കിൽ കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും തുണിയോ മാസ്കോ ഒക്കെ വെച്ച് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അത് ചെയ്യണം. ദെൻ സെക്രീഷൻ പാർട്ടിക്കിൾസ് ഫ്രം ദ നോസ് ആൻഡ് മൗത്ത് ആർ ലൈക്ലി ടു fall on other people's bodies while we sneeze or cough. What should be done to avoid this? നമ്മൾ നമ്മുടെ മൂക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണ പോലെ തന്നെ നമുക്ക് കോൾഡോ പനിയോ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ ചെയ്യും നമ്മുടെ ഈ മൂക്കിലുള്ള സെക്രീഷൻ വേറൊരാളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ എയറിലൂടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിലേക്കൊന്നും എത്താതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. കാരണം അങ്ങനെ വരുമ്പോഴാണ് ജലദോഷം പോലെയുള്ള അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ആവുന്നത്. കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മൾ ഭയങ്കര കെയർഫുള്ളായിരുന്നു അതിനെക്കുറിച്ച് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തമാണ് നമുക്ക്. അപ്പോൾ അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? കവർ ദ മൗത്ത് ആൻഡ് നോസ് വിത്ത് എ ക്ലീൻ ഹാൻഡ് കർച്ചീഫ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വായും മൂക്കും എന്ത് ചെയ്യണം? കവർ ചെയ്ത് പിടിക്കണം. എന്ത് വെച്ചിട്ട്? ഒരു കർച്ചീഫ് വെച്ചിട്ട്, ക്ലീൻ ആയിട്ടുള്ള കർച്ചീഫ് വെച്ചിട്ട് കവർ ചെയ്ത് പിടിക്കണം. ഡോണ്ട് യൂസ് ദ ഹാൻഡ് കർച്ചീഫ് യൂസ്ഡ് ബൈ അതേഴ്സ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരാൾ ഉപയോഗിച്ച കർച്ചീഫ്സ് എന്ത് ചെയ്യരുത്? നമ്മൾ ഉപയോഗിക്കരുത്. ഇതൊക്കെ നമ്മുടെ ഒരു ബേസിക് മാനേഴ്സിൻ്റെ ഭാഗം കൂടിയാണ് കേട്ടോ. നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വായ എന്ത് ചെയ്യണം? വായും മൂക്കും പൊത്തിപ്പിടിക്കണം, കവർ ചെയ്ത് പിടിക്കണം. അതേപോലെ നമുക്ക് ഈ രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേറെ എന്തെല്ലാം ചെയ്യാം? വാഷ് യുവർ ഹാൻഡ്സ് ഓഫൺ. നമുക്ക് എന്ത് ചെയ്യാം? കൈ ഇടയ്ക്കിടയ്ക്ക് കഴുകുക അല്ലേ. അതായത് ഈ പാർട്ടിക്കിൾസ് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അണുക്കൾ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അത് വേറെ ഒരാൾക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണം, നല്ലതാണ്. അതേപോലെ വേറെ ആരുടെയെങ്കിലും ബോഡിയിൽ നിന്നുള്ള അണുക്കൾ നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടാതിരിക്കാനും ഇടയ്ക്കിടയ്ക്ക് കൈ സോപ്പോ ഹാൻഡ് വാഷൊക്കെ ഉപയോഗിച്ച് കഴുകണത് നല്ലതാണ്. അടുത്തത് നല്ലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഏത് സെൻസ് ഓർഗനെ കുറിച്ചാണ് അടുത്തത് പറയാൻ പോകുന്നതെന്ന്. ടങ്കാണ്. നല്ലൊരു സദ്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സദ്യയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. പല തരത്തിലുള്ള കറികളുണ്ടാവും, പല ടേസ്റ്റിലുള്ള കറികളുണ്ടാവും അല്ലേ. പുളിയുള്ളതുണ്ടാകും, എരിവുള്ളതുണ്ടാകും, മധുരമുള്ളതുണ്ടാകും, പല ടേസ്റ്റും ഉള്ള സാധനങ്ങളുണ്ടാകും. ഡിഡ് യു സീ ദ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ഇൻ ദ പിക്ചർ? ഡു ദേ ഓൾ ടേസ്റ്റ് ദ സെയിം? നിങ്ങൾ പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കണ്ടില്ലേ പിക്ചറിൽ? എല്ലാത്തിനും ഒരേ ടേസ്റ്റാണോ ഉള്ളത്? വെൻ ഈസ് ഇറ്റ് പോസിബിൾ ടു സെൻസ് ട്രൂ ടേസ്റ്റ് ഓഫ് ഫുഡ്? when it is well chewed or not? why? നമ്മൾ എപ്പോഴാണ് ഒരു ഫുഡിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുകയെന്നാണ് ചോദിക്കുന്നത്. അതായത് നന്നായിട്ട് ചവച്ചരിക്കുമ്പോഴാണോ, അത് നന്നായി ചവച്ചരയ്ക്കാതെ കഴിക്കുമ്പോഴാണോ എപ്പോഴാണ് നമുക്ക് ശരിയായ ടേസ്റ്റ് കിട്ടുക? നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയാൻ പറ്റുക അല്ലേ. ബിക്കോസ് വി സെൻസ് ടേസ്റ്റ് വെൻ ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ സലൈവ ആൻഡ് സ്റ്റിമുലേറ്റ് ദ ടേസ്റ്റ് ബഡ്സ്. അപ്പോൾ നമ്മൾ മൂക്കിൽ സ്മെല്ല് അറിയുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ടങ്ങിൽ, നമ്മുടെ നാവിലും ചില പ്രത്യേക തരത്തിലുള്ള സെല്ലുകളുണ്ട്. അപ്പോൾ ഈ സെല്ലിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തുമ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ആ സെല്ലിൽ എത്തണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സലൈവയായിട്ട് നന്നായി മിക്സ് ചെയ്യണം. സലൈവ എന്ന് വെച്ചാൽ ഉമിനീര്, നമ്മുടെ വായിലുള്ള ഉമിനീര്, അതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ച്യൂ ചെയ്ത് ചവച്ചരയ്ക്ക് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ലിസ്റ്റ് ദ ടേസ്റ്റ് ഓഫ് ദ ഫുഡ് യു കൺസ്യൂം ഇൻ എ ഡേ. നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ടേസ്റ്റുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ലൈം പിക്കിൾ. ലൈം പിക്കിളിന് എന്ത് ടേസ്റ്റാണ്? സോർ ടേസ്റ്റാണ്, പുളിയാണ് അല്ലേ. റൈപ്പ് മാംഗോ, പഴുത്ത മാങ്ങയ്ക്കാണെങ്കിൽ സ്വീറ്റ് ആയിരിക്കും, മധുരമായിരിക്കും. ദെൻ ബിറ്റർ ഗാർഡ് കറി,
പാവയ്ക്ക വെച്ചിട്ടുള്ള കറിയാണെങ്കിലോ അതിനെന്തായിരിക്കും, കയ്പ്പായിരിക്കും, ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് മറ്റെന്തെങ്കിലും പറയുകയാണെങ്കിലോ, നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ ഒരു ചില്ലിക്ക് എന്ത് ടേസ്റ്റാണ്, നല്ല സ്പൈസി ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ടേസ്റ്റുകൾ ഉണ്ട്. ഡസ് ദ ടങ് ഹെൽപ്പ് ഓൺലി ഇൻ ടേസ്റ്റിംഗ്? വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് ദ ടങ്? അപ്പോൾ നാവാണ് നമ്മളെ ടേസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. പക്ഷേ നാവിന് ഈ ടേസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ജോലി മാത്രമാണോ ഉള്ളത്? അല്ല, നാവ് മറ്റ് പല ജോലികളിലും പാർട്ടാവുന്നുണ്ട്. ഒന്ന് ടോക്കിംഗ് ആണ് അല്ലേ, നാവ് അനക്കാതെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, നാവും കൂടി കൂട്ടി ചലിക്കുമ്പോഴാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അതേപോലെ നമുക്ക് മറ്റെന്തെല്ലാം പറയാം, ചൂയിങ് ആൻഡ് സ്വാലോയിങ് അല്ലേ. നമ്മൾ ചവച്ചരയ്ക്കണമെങ്കിൽ, ഭക്ഷണം ചവച്ചരയ്ക്കുന്നെങ്കിൽ അതിലും എന്തുണ്ട്, നാവ് പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ആ ഭക്ഷണം ഉള്ളിലേക്ക് ഇറക്കണമെങ്കിൽ, വിഴുങ്ങണമെങ്കിൽ അപ്പോഴും എന്ത് വേണം, നാവ് അതിലും ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നാവ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ ഓർഗനാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സംരക്ഷിക്കണമല്ലോ. വാട്ട് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ടങ്? നാവിനെ സംരക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? ഡോണ്ട് ഈറ്റ് എക്സ്ട്രീംലി ഹോട്ട് ഓർ കോൾഡ് ഫുഡ്. നല്ല ചൂടുള്ളതും നല്ല തണുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യരുത്, കഴിക്കരുത്. നല്ല ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പം അതെന്ത് ചെയ്യും, നമ്മുടെ നാവിന് പൊള്ളലാവും അല്ലേ. അങ്ങനെ പൊള്ളുന്നത് നല്ലതാണോ? അത് നല്ലതല്ല. അതേസമയം നല്ല തണുപ്പുള്ളത് കഴിക്കണതോ അത് നമ്മുടെ നാവിലെ സെല്ലുകളെ എഫക്റ്റ് ചെയ്യും. അതേപോലെ ഡോണ്ട് ഫോഴ്സ്ഫുള്ളി ക്ലീൻ ദ ടങ് വിത്ത് എ ടങ് ക്ലീനർ. എല്ലാവർക്കും ഉള്ള ഒരു ശീലമായിരിക്കും മിക്കവാറും പല്ല് തേച്ച് കഴിഞ്ഞാൽ ടങ് ക്ലീനർ വെച്ചിട്ട് നന്നായിട്ട് നാവ് ഇങ്ങനെ വടിച്ച് വൃത്തിയാക്കണം അല്ലേ. പക്ഷേ അങ്ങനെ ഭയങ്കര ഫോഴ്സ് കൊടുത്ത് എല്ലാ ദിവസവും അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നല്ലതല്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടങ്കിൽ എന്തുണ്ട്, നമ്മുടെ രസം, അതായത് ടേസ്റ്റുകൾ തിരിച്ചറിയാൻ ചില പ്രത്യേകതര സെല്ലുണ്ട് അതില്ലേ. അതിനെ നമ്മൾ ടേസ്റ്റ് ബഡ്സ് അല്ലെങ്കിൽ രസമുകുളങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഈ ശക്തിയായിട്ട് ടങ് ക്ലീനൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഈ ടേസ്റ്റ് ബഡ്സ് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യണത് നല്ലതല്ല. അങ്ങനെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലീൻ ചെയ്യുന്ന സാധനം പോലെയുള്ളതോ അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഡെയിലി ഇങ്ങനെ ടങ് ക്ലീനർ വെച്ച് ഷാർപ്പായിട്ടുള്ള ടങ് ക്ലീനർ ഒന്നും നാവിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ടങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ അടുത്തത് നോക്കുകയാണെങ്കിലോ, ടച്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെൻസ് ഓർഗൻ ഏതായിരുന്നു? സ്കിൻ, ത്വക്ക് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ. ദ ഒബ്ജെക്ട്സ് ലൈക്ക് എ ബോൾ, ബീഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ്, എ ഗ്ലാസ് ഓഫ് കോൾഡ് വാട്ടർ, എ സ്മൂത്ത് സ്റ്റോൺ ആൻഡ് എ റഫ് സ്റ്റോൺ ആർ kept on the table. A child attempts to identify each object blindfolded. Do this activity in your class. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ് അല്ലേ. നമ്മൾ പലപ്പോഴും ഈ ഫോണിലും ഒക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് സാധനം മുന്നിൽ കൊണ്ടുവച്ചിട്ട് അതെന്താണെന്ന് ടച്ച് ചെയ്തിട്ട് ഗസ് ചെയ്യാനൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്താ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ടച്ച് എന്നുള്ള ഒരു എബിലിറ്റി അല്ലേ. അപ്പോൾ സ്കിൻ എന്ന് പറയുന്ന ഒരു സെൻസ് ഓർഗനാണ് അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതുപോലൊരു ഗെയിം നിങ്ങളോട് ക്ലാസ്സിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഏത് ഓർഗനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്കിന്നാണ്. സ്കിന്നിനെ കുറിച്ച് താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കാം. ദ സ്കിൻ ഈസ് ദ ഓർഗൻ ദാറ്റ് ഹെൽപ്സ് അസ് ടു റെക്കഗ്നൈസ് ഒബ്ജക്ട്സ് ബൈ ടച്ച്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് അസ് ടു ഫീൽ സെൻസേഷൻ ലൈക്ക് ഹോട്ട് ആൻഡ് കോൾഡ്. അപ്പോൾ സ്കിൻ എന്ന് പറയുന്ന ഒരു ഓർഗൻ നമ്മളെ ഒബ്ജക്ട്സിനെ തിരിച്ചറിയാൻ വേണ്ടി, ടച്ചിലൂടെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ സെൻസേഷൻസ്, കോൾഡാണോ ഹോട്ടാണോ, ചൂടും തണുപ്പും ഒക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ആരാണ്? സ്കിന്നാണ്. അതേപോലെ സ്കിന്നിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് ഇറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലുള്ളൊരു കവറിങ്, ഒരു പ്രൊട്ടക്ഷനാണ് സ്കിൻ എന്ന് പറയുന്നത്. ദ സ്കിൻ ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. അതേപോലെ സ്കിന്നിനുള്ള മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ, ഏറ്റവും വലിയ അവയവമാണ് സ്കിന്ന്. അതൊരു ജനറൽ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ, ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? സ്കിന്നാണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് പാത്തോജൻസ് ഫ്രം എൻറ്ററിങ് ദ ബോഡി. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മുടെ ഉള്ളിലുള്ള സെല്ലുകൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷനാണ്. ഡയറക്റ്റായിട്ട് പാത്തോജൻസിന്, കീടാണുക്കൾക്കൊന്നും ശരീരത്തിലേക്ക് കയറാൻ ആര് സമ്മതിക്കില്ല? സ്കിന്ന് സമ്മതിക്കില്ല. ദ സ്കിൻ ഹാസ് എ റോൾ ഇൻ കൺട്രോളിങ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആൻഡ് എലിമിനേറ്റിംഗ് വേസ്റ്റ് ത്രൂ സെറ്റ്. അപ്പോൾ
ഇനിയുണ്ട് ഫങ്ഷൻസ്. മറ്റെന്താണ്, നമ്മുടെ ശരീരത്തിൻ്റെ താപനില ടെമ്പറേച്ചർ ക്രമീകരിക്കാൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു 37 ഡിഗ്രിയിലൊക്കെ നിൽക്കണം നമ്മുടെ ടെമ്പറേച്ചറിൽ. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് സ്കിന്ന്. അതേപോലെ തന്നെ വേസ്റ്റ്, നമ്മൾ സ്കിന്നിൽ വേർപ്പുണ്ടാവും അല്ലേ, ഈ വേർപ്പിലൂടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിനകത്തുള്ള കുറേ അവശിഷ്ട സാധനങ്ങളാണ് വേർപ്പിലൂടെ പുറത്തേക്ക് പോകുന്നത്. അപ്പം സ്കിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പലതരത്തിലുള്ള ഫങ്ഷൻ ഉണ്ട്. എന്തൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ടച്ചിന് സഹായിക്കുന്നു, അതേപോലെ ചൂടും തണുപ്പും തിരിച്ചറിയാൻ സഹായിക്കുന്നു, നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗനാണ്. അതേപോലെ പാത്തോജൻസിൻ്റെ എൻട്രി തടയുന്നു, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. അതേപോലെ വേസ്റ്റിനെ എന്തിലൂടെ, വേർപ്പിലൂടെ പുറത്തേക്ക് കളയുന്നു. അപ്പോൾ മനസ്സിലായോ, സ്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് പ്രൊട്ടക്റ്റിംഗ് ദ സ്കിൻ നോക്കാം. അപ്പോൾ സ്കിന്നിനെ നമ്മൾ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം? വാട്ട് ഷുഡ് വി ബി കെയർഫുൾ ഓഫ് ദ പ്രൊട്ടക്റ്റിംഗ് ദ സ്കിൻ? നമ്മൾ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാം? വി ഷുഡ് കീപ് ദ സ്കിൻ ക്ലീൻ. നമ്മൾ സ്കിൻ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കണം. അഴുക്കും പൊടിയൊന്നും അടിഞ്ഞുകൂടി അങ്ങനെയൊന്നും ഇതാവരുത്. അതായത് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യണം? കുളിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ക്ലീനായിട്ട് കുളിച്ച് നമ്മുടെ ബോഡീനെ ക്ലീൻ ചെയ്ത് വെക്കണം. വി ഷുഡ് ഡ്രിങ്ക് സഫീഷ്യൻറ്റ് വാട്ടർ. നമ്മൾ എന്ത് ചെയ്യണം? ധാരാളം വെള്ളം കുടിക്കണം. നന്നായി വെള്ളം കുടിച്ചാൽ നല്ല സ്കിന്നുണ്ടാവും, നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആവും, ഷൈനി ആവും, ഒക്കെ ആവും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി വെള്ളം കുടിക്കണം. വി ഷുഡ് ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ അവർ ഡയറ്റ് ദാറ്റ് ഹെൽപ്പ് ദ ഹെൽത്ത് ഓഫ് ദ സ്കിൻ. അതേപോലെ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളും ഫ്രൂട്ട്സും പഴങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം. അത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഡ് മോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ലാസ്റ്റ് പറയണത്, ലെറ്റ് us കണ്ടക്ട് ആൻ ഇൻ്റർവ്യൂ വിത്ത് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ടു നോ മോർ അബൌട്ട് ദ ഫങ്ഷനിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് സെൻസ് ഓർഗൻസ്. പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ബൈ ഇൻക്ലൂഡിങ് ഓൾ യുവർ ഡൗട്ട്സ്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിലുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, ഒരു ഡോക്ടറോ നഴ്സോ അങ്ങനെ ഒരു ഹെൽത്ത് കെയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആരോടെങ്കിലും ഒരു ഇൻ്റർവ്യൂ നടത്താനാണ് പറയുന്നത്. അപ്പോൾ അവരോട് എന്തെല്ലാം ചോദിക്കുന്നുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. സോ അങ്ങനെ ചോദിക്കാൻ പറ്റിയ 1-2 ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ഹൗ സെൽഫ് ട്രീറ്റ്മെൻറ്റ് എഫക്റ്റ് ദ ഹെൽത്ത് ഓഫ് അവർ സെൻസ് ഓർഗൻസ്. സെൽഫ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നമ്മുടെ സെൻസ് ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുന്നു. ദെൻ വാട്ട് ഷുഡ് വി ബി കെയർഫുൾ ടു പ്രൊട്ടക്റ്റ് അവർ സെൻസ് ഓർഗൻ. നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ സെൻസ് ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം. വിച്ച് ആർ ദ ഫുഡ് ഐറ്റംസ് വി ഷാൽ ഇൻക്ലൂഡ് ഇൻ അവർ ഡയറ്റ് ടു കീപ്പ് അവർ സെൻസ് ഓർഗൻസ് ഹെൽത്തി. നമ്മൾ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ സെൻസ് ഓർഗൻസിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചാപ്റ്ററിലുള്ള എല്ലാ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ലെറ്റസ് എസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് മറ്റൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് ചെയ്യാനും വേണ്ടി ശ്രമിക്കണം. ഓക്കെ, bye. Thank you for watching.